ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ലിസാർഡ് വാക്കാണ്. ഇതൊരു ആനിമൽ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിലൂടെ ഒരു ഫുൾ ബോഡി വർക്കൗട്ടായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ 7 സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ചെയ്യാം. കൈകൾ ഇതുപോലെ ഇരുവശത്തോട്ട് കുത്തുക, മുട്ടുകാല് ഇതുപോലെ നേരെ. ഇനി ജസ്റ്റ് നമ്മുടെ ബോഡി നല്ല ടൈറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ നിന്ന് കൈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ മുന്നിലേക്കൊന്ന് ടൈറ്റോടെ വെക്കുക, തിരിച്ചെടുക്കുക. അടുത്ത കൈ ഇതുപോലെ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മാത്രം ഒന്ന് കുറച്ച് തവണ ചെയ്യുക. 2 കൈ ഇതുപോലെ ഒന്ന് ഫ്രണ്ടും ബാക്കുമായിട്ടൊന്ന് വെക്കുക. ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് ആദ്യം ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് കൈയിലേക്ക് നല്ല രീതിയിൽ ഒന്ന് ഫോഴ്സ് കൊടുക്കുക. നമ്മുടെ കാൽമുട്ടൊന്ന് ഉയർത്തുകയാണ്. അപ്പോൾ കാലിൻ്റെ വിരലിലേക്കും ഫോഴ്സ് കൊടുത്തിട്ട് കണ്ട മുട്ടുകാൽ ഇതുപോലെ ഒന്ന് ഉയർത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കൈകളിലേക്ക് നല്ല സ്ട്രെങ്ത് വരുന്നുണ്ട്. കൈയിലേക്കും കാലിലേക്കും ടോട്ടൽ ബോഡിയിലേക്ക് നല്ലൊരു ബലം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൂവ്മെൻ്റ് ഒന്ന് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യാം. ഈ ഒരു പൊസിഷനിൽ വന്ന് ഇപ്പം നമ്മൾ കാല് ഇതുപോലെ ഒന്ന് ഉയർത്തിയിട്ടാണ് വെച്ചത്. ഇനി ഇവിടെ നിന്ന് ഒരു കാല് ഒരു സ്റ്റെപ്പ് ഇതുപോലെ ഒന്ന് ഉയർത്തി ചവിട്ടുക. നമ്മുടെ കൈയിൻ്റെ അടുത്തേക്ക് ഈ കാലൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നേരെ ബാക്കിലേക്ക് തന്നെ തിരിച്ച് വെക്കുക. അതുപോലെ അടുത്ത കാലും എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കുക. ഈ ഒരു പൊസിഷനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫുള്ളൊരു സ്ട്രെച്ചും കൂടിയാണ്. നമ്മൾ സ്ട്രെച്ച് വരുന്നതോടെ തന്നെ നമ്മുടെ ബോഡിയിലൊക്കെ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിരിക്കുക. വീണ്ടും ബാക്കിലേക്ക് പോവുക. അടുത്ത കാല് ഇതിലേക്ക് വെക്കുക. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് മൂന്നാമതായിട്ട് ചെയ്യുക. ഇനി നാലാമതൊരു സ്റ്റെപ്പ് ചെയ്യാൻ മതി. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കട്ടെ, നമ്മൾ ഈ കാലെടുത്ത് വെച്ചതുപോലെ നമ്മൾ ഫസ്റ്റ് മൂവ്മെൻറ്റ് കൈയാണ് വെച്ചത്. അപ്പോൾ നമ്മൾ ഈ കൈയും കാലും ഒരേ സമയം തന്നെ ഓപ്പോസിറ്റ് സൈഡ്, ഇപ്പം ലെഫ്റ്റ് ലെഗാണ് എടുക്കുന്നതെങ്കിൽ റൈറ്റ് ഹാൻഡ്, അപ്പോൾ ഇടത്തെ കാലെടുക്കുന്നതിനോടൊപ്പം വലത്തെ കൈയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇത് ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നോക്കാം. കയ്യിലേക്ക് ഇതുപോലെ ഫോഴ്സ് കൊടുത്ത് തന്നെ നിൽക്കുക. ഒരല്പം ബലം കൊടുത്ത് തന്നെ നിൽക്കുക. ഇനി ഇവിടെ നിന്ന് ഈ കാലെടുക്കുന്ന അതേ സമയത്ത് തന്നെ ഈ ഒരു കൈയും കൂടി ഒരുമിച്ചെടുക്കുന്നു. ഇപ്പം നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കൈകളിലേക്കും ഷോൾഡറിലേക്കൊക്കെ തന്നെ നല്ലൊരു ഫോഴ്സ് വരുന്നുണ്ട്. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഊർജ്ജം നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ ഒരു വർക്കൗട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം അത് തന്നെ. തിരിച്ചെടുക്കുക. തിരിച്ചിവിടെ വരുന്ന സമയത്ത് ഇത് നേരെ ബാക്കിൽ പോവുക. വീണ്ടും അടുത്ത സൈഡ് എടുക്കുക. വീണ്ടും ഇത് ബാക്കിലേക്ക് പോവുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തത് 5ാമത്തെ സ്റ്റെപ്പ് ചെയ്യാം. സെയിം ഇതേ പൊസിഷനിൽ തന്നെ വരുന്നു. ലെഗ് ഇതുപോലെ ഒന്ന് ഉയർത്തി പിടിക്കുന്നു. ഇനി കാലിവിടെ വെച്ച് നമ്മൾ ഈ കാലിവിടെ വെക്കുന്ന സമയത്ത് ബോഡി ഒന്ന് തിരിക്കുക. ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിൽ വെച്ചേക്കുന്ന കാല് ടോ ഇങ്ങനെയാണ് ഇരുന്ന് വെച്ചത്. അത് നേരെ ക്രോസായിട്ട് പാദം ഇങ്ങനെ ചരിഞ്ഞ് വരുന്ന രീതിയിൽ. എന്നിട്ട് ബോഡി ഒന്ന് സ്ട്രെയിറ്റ് ആക്കുക. നമ്മൾ നേരെ ബാക്കിലേക്ക് നോക്കുന്ന രീതിയിൽ ഇതുപോലെ ബോഡി ഒന്ന്, ഈ പൊസിഷനൊക്കെ നമുക്ക് നല്ല സ്ട്രെങ്ത് കിട്ടുന്ന, നമ്മൾ ഈ ഒരു ഭാഗം കോർ മസിലിനൊക്കെ നല്ലൊരു ടൈറ്റ് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണ് ഈ ഒരു പൊസിഷനൊക്കെ. തിരിച്ചിവിടെ തന്നെ വരിക. വീണ്ടും ഈ കാലിനെ ബാക്കിൽ പോവുക. അതിനുശേഷം ഓപ്പോസിറ്റ് അടുത്ത കാലെടുക്കുക. തിരിച്ചിവിടെ വെക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ചെയ്ത അതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുക. ഇതുപോലെ ഒന്ന് ബാക്കിലേക്ക് നോക്കുക. ഈ ഒരു പൊസിഷനിലേക്ക് നോക്കുക. ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യുക. തിരിച്ചു വരുന്ന സമയത്ത് കൈ ഇവിടെ കുത്തിയിട്ട് കാല് നേരെ പുറകിലേക്ക്. അപ്പം ഇതാണ് 5ാമത്തെ ഒരു സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 6ാമത്തെ ഒരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. നമ്മളിവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു ഈ പൊസിഷനിൽ തന്നെ. ഇനി ലെഗ് നമ്മൾ ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് ഇനി ഇവിടെ നിന്ന് നമ്മൾ പുഷപ്സ് എടുക്കുന്ന പൊസിഷൻ പോലെ ബോഡി ഇതുപോലെ ഒന്ന് ഡൗൺ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഡൗൺ ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ ഈ പൊസിഷനൊക്കെ വരുമ്പോൾ തന്നെ നമ്മളുടെ ഈ വയറിലെ പേശികളൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. നല്ല രീതിയിൽ നല്ല ബലത്തിലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഈ ഒരു പൊസിഷൻ വരുമ്പോൾ അതുപോലെ സ്ട്രെച്ചും ബോഡിയുടെ ഒരു ഫുൾ സ്ട്രെച്ചും ഫ്ലെക്സിബിലിറ്റിയും നല്ല രീതിയിൽ കിട്ടും നമ്മൾ ഈ ഒരു പൊസിഷനിൽ. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് നോക്കുക. ഇനി ഇവിടെ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ 6ാമത്തെ ഒരു സ്റ്റെപ്പാണിത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിൽ നമ്മൾ മൂവ്മെൻറ്റാണ് വരുന്നത്. ഇനി ബോഡിക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് അടുത്തൊരു ഇത് വരുന്നത്. അപ്പോൾ ഇത് ഒന്നുകൂടി ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ഉണ്ട്. ഈ ഒരു പൊസിഷനിലേക്ക് വരിക. തിരിച്ച് പോയിട്ട് അടുത്ത ലെഗ് വെക്കുമ്പോഴും ബോഡി ഇതുപോലെ കൈമുട്ട് മടക്കിയിട്ട് ഇതുപോലെ ഫ്ലോറിലേക്കൊന്ന് പുഷ് ചെയ്യാം. ഇനി ഇവിടുന്ന് നമ്മൾ ഈ പുഷ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളൊരു 7ാമത്തെ ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ അപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുഷപ്സ് എടുക്കുന്ന ആ ഒരു സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് ഓൾറെഡി കൈകളിലേക്ക് നല്ലൊരു ഫോഴ്സ് ഇതിലൂടെ തന്നെ ലഭിക്കും. നമ്മൾ ആ പുഷപ്സിൻ്റെ പോലെ തന്നെ കൈകളിലേക്ക് നല്ലൊരു ഫോഴ്സാണ് ലഭിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ
ഒരു സിംഗിൾ ഹാൻഡിൽ നമ്മൾ ഒരു കൈ ഉയർത്തിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് മാറുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മളുടെ ഒരു ബാലൻസ്, ബോഡിയുടെ ഒരു ബാലൻസ് ഈ ഒരു കയ്യിലും ഈ ഒരു കാലിലും ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ബാലൻസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണത്. നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് കണ്ടോ, ഇവിടുന്ന് അടുത്ത മൂവ്മെൻറ്റ് പോകുന്ന സമയത്ത് ഈ കൈയും ബാക്കിൽ വെച്ചിരിക്കുന്ന കാലും ഒരേ സമയം നമ്മൾ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെയാണ് ബാലൻസിന് നല്ലൊരു ഏറ്റവും ബെറ്ററാണെന്ന് പറയുന്നത്. കേട്ടോ, ഇവിടുന്ന് അടുത്ത മൂവ്മെൻറ്റ് വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. അടുത്ത കാല് കയറ്റി വെക്കുന്നു, വീണ്ടും കണ്ടോ അടുത്ത മൂവ്മെൻറ്റ് ഇവിടുന്ന് ഉയർന്നിട്ട് വീണ്ടും ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിന്യൂസ് വരുന്ന സമയത്ത് കണ്ടോ ഇതുപോലെ കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫുൾ ബോഡിയുടെ ആ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഷോൾഡർ മുതൽ കാല് വരെയുള്ള, അപ്പോൾ നെഞ്ച്, ഷോൾഡർ, കൈ, അതുപോലെ തന്നെ വയറിലെ പേശികൾ, കാലുകൾ, എല്ലാത്തിനും നല്ലൊരു ബെറ്റർ വ്യായാമം തന്നെയാണ്. ആ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഇതുപോലുള്ള വീഡിയോകൾക്കായി ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.